നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. BJP സംസ്ഥാന പ്രസിഡന്റും NDA ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 14-ന് ഇടുക്കിയിൽ പര്യടനം നടത്തും. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ വാർഷിക സമ്മേളനം നടന്നു. റിട്ടയർഡ് SP KV ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ ലാഭവിതരണ ഉദ്ഘാടനം ഉപാസന ഓഡിറ്റോറിയത്തിൽ നടന്നു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച ഫൈൻ പേപ്പർ മാർട്ട് തൊടുപുഴ മാർക്കറ്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഫൈൻ പേപ്പർ ഏജൻസീസിന്റെ നവീകരിച്ച ഷോറൂമാണ് പ്രവർത്തനം തുടങ്ങിയത്. വാർത്തകൾ വിശദമായി. BJP സംസ്ഥാന പ്രസിഡന്റും NDA ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 14-ന് ഇടുക്കിയിൽ പര്യടനം നടത്തുമെന്ന് BJP നേതാക്കൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ രാജ്യത്തെ പൗരന്മാരുടെ മുന്നിലെത്തിക്കുക എന്നതാണ് യാത്രയുടെ ഉദ്ദേശമെന്നും നേതാക്കൾ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 14-ന് ഇടുക്കിയിൽ പര്യടനം നടത്തുമെന്ന് BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ രാജ്യത്തെ പൗരന്മാരുടെ മുന്നിലെത്തിക്കുക എന്നതാണ് യാത്രയുടെ ഉദ്ദേശമെന്ന് നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരളത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ദുർച്ചെലവും മൂലം കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭവുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. 14-ന് രാവിലെ 10 മണിയോടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ കോതമംഗലത്ത് എത്തിച്ചേരുന്ന കെ സുരേന്ദ്രൻ വിവിധ സാമുദായിക സംഘടനാ നേതാക്കളുമായും മണ്ഡലത്തിലെ കീ വോട്ടർമാരുമായും കൂടിക്കാഴ്ച നടത്തുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യും. 11:30-ന് കോതമംഗലം ചെറിയ പള്ളിയിലെത്തി മാർത്തോമ യാക്കോബായ സഭാ നേതാക്കളുമായി ആശയവിനിമയം നടത്തും. ഉച്ചയ്ക്ക് 12:30-ന് തൊടുപുഴ ഹൈറേഞ്ച് ഹോട്ടലിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കാണും. ഉച്ചയ്ക്ക് 1 മണിക്ക് മുതിർന്ന നേതാവും ഭാരതീയ ജനസംഘത്തിന്റെ മുൻ ദേശീയ നിർവാഹക സമിതി അംഗവും സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന P. നാരായണനെ സന്ദർശിച്ച് ആശയവിനിമയം നടത്തും. 1:30-ന് കാഞ്ഞിരമറ്റം കോളനി സന്ദർശിക്കുകയും അവരോടൊപ്പം ഉച്ചഭക്ഷണവും കഴിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് മങ്ങാട്ടുകവല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നടക്കുന്ന പൊതുയോഗത്തിൽ BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രസംഗിക്കും. 5-ന് മങ്ങാട്ടുകവലിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മറ്റു നേതാക്കൾക്കുമൊപ്പം ആയിരങ്ങൾ അണിചേരും. തൊടുപുഴ നഗരം ചുറ്റി മടക്കത്താനത്ത് പദയാത്ര സമാപിക്കും. എല്ലാ വിധത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഇതല്ലാതെ കാണിക്കാൻ പറ്റുന്ന ഇടുക്കി ജില്ലയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു പദ്ധതിയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു വികസനം ഈ പറയുന്ന രീതിയിലുള്ള ഒരു വികസനം ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതെല്ലാം ഈ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതും ഒരു വലിയ ഒരു ബാധ്യതയായി തന്നെ പ്രത്യേകിച്ച് ഇടുക്കിയെ പോലുള്ള ഒരു ജില്ലയിൽ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ മുമ്പിൽ ഈ വരുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുത്തിട്ടുള്ള ഇപ്പൊ വീടുകൾ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. വീടുകൾ അതുപോലെയുള്ള ബാക്കി പദ്ധതികൾ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനും ജനങ്ങളെ നേരിട്ട് കാണുവാനും ഒക്കെയായിട്ടാണ് ഈ യാത്ര നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇടുക്കി പാക്കേജ് ഏതാണ്ട് 2000 കോടിയുടെയാണ് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് നമ്മുടെ ഇവിടെ ഇടുക്കി പാക്കേജ് 2 തവണയാണ് പ്രഖ്യാപിച്ചത്. ആ പരിപാടി എനിക്ക് അറിയാൻ സാധിച്ചത് 50 ലക്ഷത്തോളം രൂപ മുടക്കൊണ്ടത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി അത്രയും പൈസ പോലും ഈ ഇടുക്കി പാക്കേജിന് വേണ്ടി കൊടുക്കാനായിട്ട് ഈ കേരള സർക്കാരിനോ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം.
എന്നും ഇടുക്കിയിലെ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന വലിയ ഒരു സംവിധാനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക, ജനങ്ങളോട് സമ്മതിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി, ജില്ലാ പ്രസിഡന്റ് KS സജി, ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് C. സന്തോഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം PA വേലുക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വർഷത്തെ കാലിത്തീറ്റ സബ്സിഡി വിതരണം നടന്നു. പഴയരിക്കണ്ടം ആപ്കോസ് ഹാളിൽ നടന്ന യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് KM മോഹനൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീര കർഷകർക്ക് ഒരു കൈത്താങ്ങായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷം 50 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ക്ഷീര കർഷകർക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ വിതരണം ചെയ്യുന്നത്. 2023 ഒക്ടോബർ മാസം മുതൽ പാൽ അളന്ന് ഗ്രാമസഭാ ലിസ്റ്റിൽ പേരുള്ള ക്ഷീര കർഷകർക്കാണ് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ വിതരണം ചെയ്തത്. പഴയരിക്കണ്ടം ആപ്കോസ് ഹാളിൽ ക്ഷീരസംഘം പ്രസിഡന്റ് KM മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖല വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാ മീറ്റിങ്ങുകളിലും ക്ഷീര കർഷകരും ആപ്കോസിൻ്റെ പ്രതിനിധികളുമെല്ലാം നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. എന്തു തന്നെയാണേലും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ നമുക്ക് എത്തിച്ചു തരാൻ പറ്റുന്ന ആനുകൂല്യം പരമാവധി എത്തിച്ചു തരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പദ്ധതി വിഹിതം മാറ്റിവെക്കുന്നത്. ആ പദ്ധതി വീതം മാറ്റിവെച്ച് കർഷകരിലേക്ക് യഥാവിധിയായി എത്തുന്നു എന്ന ഉറപ്പുവരുത്തുന്നത്, അതിൻ്റെ ആ ഒരു പരിഗണന നമ്മുടെ ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കർഷകർക്കാണ് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷീരസംഘം ഓഫീസർ ജാൻസി പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സ്മിത ദീപു, ജിഷ സുരേന്ദ്രൻ, PB ദിനമണി, വെൺമണി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. സന്തോഷ് കുമാർ, ക്ഷീരസംഘം സെക്രട്ടറി സൗമ്യ സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. ആപ്കോസ് ബോർഡ് മെമ്പർമാരും നിരവധി കർഷകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും തൊടുപുഴ ഐശ്വര്യ ടൂറിസ്റ്റ് ഹോം ഓഡിറ്റോറിയത്തിൽ നടന്നു. റിട്ടയർഡ് SP KV ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖല 6ാമത് വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും ഐശ്വര്യ ടൂറിസ്റ്റ് ഹോം ഓഡിറ്റോറിയത്തിൽ നടത്തി. പതാക ഉയർത്തലിന് ശേഷം പൊതുയോഗം ആരംഭിച്ചു. പ്രസിഡന്റ് PN വിജയൻ അധ്യക്ഷനായി. റിട്ടയർഡ് SP KV ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ സംഘടനയിൽ റിട്ടയർ ചെയ്തിട്ടെങ്കിൽ പോലീസിൽ തന്നെ നമ്മൾ രാഷ്ട്രീയമായി പരസ്യമായി പോകുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ റിട്ടയർ ചെയ്തതിന് ശേഷമെങ്കിലും നമുക്ക് ഒരു രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു ഒരവസ്ഥ ഇപ്പോൾ നമ്മൾ പലയിടത്തും കാണുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുകയായിരുന്നെങ്കിൽ ഏതായിരുന്നല്ലോ ഏറ്റവും നല്ലത്. തീർച്ചയായും സംഘടന ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാ 2ാം ശനിയാഴ്ചയും ഇവിടെ കൂടുന്ന മീറ്റിങ്ങിൽ വരണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഓരോരോ തിരക്കുകൊണ്ടൊക്കെ ആ കൃത്യം 2ാം ശനിയാഴ്ച ഓരോരോ പ്രോഗ്രാം നമുക്ക് കിട്ടുക. ഞങ്ങളവിടെ 12 പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റേതായ ചില ചുമതലകളും വരുന്നുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും റിട്ടയർ ചെയ്ത് സന്തോഷകരമായി ജീവിച്ചു പോകുന്നു. നിങ്ങളെല്ലാം കാണുമ്പോൾ അതിൻ്റെതായ സന്തോഷമുണ്ട്. ജോയിന്റ് സെക്രട്ടറി AS വേലായുധൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇടുക്കി പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് PN സത്യവാസൻ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി VN രാജു സംഘടനാ വിവരണവും ജില്ലാ സെക്രട്ടറി MM ജോൺസൺ പ്രവർത്തന അവലോകനവും നിർവഹിച്ചു. മേഖലാ സെക്രട്ടറി മാത്യു VU പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ PA ഹരികുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VM കുരുവിള വരണാധികാരിയായി പുതിയ ഭാരവാഹികൾക്കായുള്ള തെരഞ്ഞെടുപ്പും നടന്നു. എക്സിക്യൂട്ടീവ് മെമ്പർ PG സനൽകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സാജൻ S നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവും മുൻ ഇടുക്കി MPയുമായിരുന്ന അന്തരിച്ച PT തോമസിന്റെയും അന്തരിച്ച മാധ്യമപ്രവർത്തകൻ UH സിദ്ദിഖിന്റെയും പേരിൽ വണ്ടിപ്പെരിയാർ കറുപ്പുപാലം HPCക്ക് സമീപം കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം രാത്രിയുടെ മറവിൽ അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കറുപ്പുപാലം HPCയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്.
വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 90 വയസ്സുള്ള വയോധിക സമരം നടത്തിയതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ആരോപിച്ചുകൊണ്ടാണ് വഴിയോര വിശ്രമ കേന്ദ്രം CPIM പ്രവർത്തകർ തകർത്തതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് CP മാത്യു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേസിന്റെ വഴിക്ക് പോകട്ടെ. രണ്ട് കേസുകൾ ഞങ്ങൾ എലക്ട്രിസിറ്റി ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കുന്നുണ്ട്. 2 കേസുകളും എടുത്തുകൊണ്ട് ഇതിന് കുറ്റവാളികളായ ആളുകളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ സംസാരിക്കും. അവര് കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കേസെടുത്ത് അവരെ കസ്റ്റഡിയിലെടുത്ത് നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഫ്യൂസ് ഊരിയതിനു ശേഷമാണ് ഈ ഷെഡ് പൊളിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിച്ചത്. ഈ 2 കേസുകളും ചാർജ് ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയണം. നമുക്ക് മാത്രമല്ല, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് മാത്രമല്ല, അവരുടെ നേതാക്കന്മാരുടെ പേരിലും സ്മാരക മന്ദിരങ്ങൾ ഉണ്ട്. അതെന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇതിൻ്റെ പണി കഴിയുന്നതിന് ശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ആലോചിക്കും എന്ന് മാത്രം വളരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ്, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരിക്കാട്, നേതാക്കളായ M ഉദയസൂര്യൻ, TH അബ്ദുൾ സമദ്, പ്രിയങ്ക മഹേഷ്, M ഉമർ, രാജൻ കൊഴുവൻമാക്കൽ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു പെൻഷൻ ലഭിക്കാതെ സമരം നടത്തിയ വയോധികയുടെ വീട്ടിൽ സന്ദർശനവും നടത്തി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തൊടുപുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ ലാഭ വിതരണ ഉദ്ഘാടനം ഉപാസന ഓഡിറ്റോറിയത്തിൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. PSCS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് K ദീപക് റിക്കറിംഗ് നിക്ഷേപ പദ്ധതിയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ് മരണാനന്തര നിധിയും ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ആന്റണി ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ ലാഭ വിതരണം ഉദ്ഘാടനം നടത്തി. സംഘം പ്രസിഡന്റ് ആന്റണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ഉപാസന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. അറിയാം, സഹകരണ മേഖലയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ഇന്ന് വലിയൊരു രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പറയാൻ കാർഷിക മേഖലയ്ക്ക് ഊന്നലുള്ള ഒരു ജില്ല, അതുപോലെ രാജ്യമെമ്പാടും കർഷകരെ വളരെയധികം പ്രതിസന്ധിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഉത്പാദന മേഖലയിൽ കുറവ് വരുന്ന കാലഘട്ടവും അതുപോലെ തന്നെ ഏതൊരു വിളയും അത് നട്ടുവളർത്തിയെടുക്കുക എന്നുള്ളത്, അത് വിറ്റഴിക്കുക എന്നുള്ള ഒരു പ്രതിസന്ധി പോകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് കർഷകർക്ക് ആവശ്യമായ സാമ്പത്തികമായ സഹായം, അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അവർ കിട്ടുന്ന അല്ലെങ്കിൽ ലാഭമോ അതിനുള്ള വിഷയവുമെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി അത് കൈകാര്യം ചെയ്യുകയും പിന്നീട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് പ്രചോദനം നൽകുകയുമാണ് സംഘം ചെയ്തത്. PSCS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് K ദീപക് റിക്കിംഗ് നിക്ഷേപ പദ്ധതിയുടെയും ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് മരണാനന്തര നിധിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി സഹകരണം ഡെപ്യൂട്ടി രജിസ്ട്രാർ റൈനു തോമസ് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടും സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഗീത VN സ്ഥിര നിക്ഷേപവും സ്വീകരിച്ചു. തൊടുപുഴ മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഷാഹുൽ ഹമീദ് വായ്പ വിതരണം ചെയ്തു. സെക്രട്ടറി മോളി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ R രമേശ്, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ അജിത് SR, ബോർഡ് മെമ്പർമാരായ ബെന്നി തോമസ്, ഹെർമിസ് NJ, ജോയി ജോർജ്, തങ്കച്ചൻ PK, ദീപ അനിൽ, ബിൻസി ബിനോയ് എന്നിവർ ആശംസകൾ നേർന്നു. ബോർഡ് മെമ്പർ KK ആന്റണി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ടോം മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷി സ്കോളർഷിപ്പ്, പാലിയേറ്റീവ് പരിചരണം, ഭവന പദ്ധതി, വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, നെൽകൃഷി സംരക്ഷണം, ക്ഷീരവികസനം തുടങ്ങിയ നിരവധി പദ്ധതികൾക്കും മറ്റുമായി തുക വകയിരുത്തി. സംസ്ഥാനത്തിൽ സാമ്പത്തിക പ്രതിസന്ധി, സാധന സാമഗ്രികളുടെ വിലക്കയറ്റം, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നാം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ദീർഘവീക്ഷണത്തോടെയും കാര്യക്ഷമമായും ഉള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും കടമയുമാണ്. മുൻ വർഷങ്ങളിൽ ലഭ്യമായ പരമാവധി ഫണ്ടുകൾ വിനിയോഗിച്ച് ഫലപ്രദമായ നിരവധി പദ്ധതികൾ നടപ്പാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ആയതിനാൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒന്നിച്ചു നിൽക്കുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞത് അഭിമാനത്തോടെ സ്മരിക്കുന്നു. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏത് വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടുവാൻ ഏത് സാഹചര്യത്തിലും ആർജവത്തോടെ മുന്നേറി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 17.60 കോടി രൂപ വരവും 17.39 കോടി രൂപ ചെലവും 20.9 ലക്ഷം രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റാണ് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ട് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയിൽ നെൽകൃഷി സംരക്ഷണവും ക്ഷീരവികസനവും, സേവന മേഖലയിൽ ലൈഫ് PMAY ഭവന പദ്ധതി, ഭിന്നശേഷി സ്കോളർഷിപ്പ്, പാലിയേറ്റീവ് പരിചരണം, വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, യുവ കലാകാരന്മാർക്ക് വജ്ര ജൂബിലി ഫെലോഷിപ്പ്, SC/ST വിദ്യാർത്ഥികൾക്ക് പഠനമുറി, സ്കോളർഷിപ്പ്, കുടിവെള്ള പദ്ധതികൾ, പശ്ചാത്തല മേഖലയിൽ ഗ്രാമീണ റോഡുകളെ ഗതാഗതയോഗ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മാർട്ടിൻ ജോസഫ്, ഗ്ലോറി കെ പൗലോസ്, അന്നു അഗസ്റ്റിൻ, മെമ്പർമാരായ ബിന്ദു ഷാജി, നീതു ഫ്രാൻസിസ്, അജിന CK, ലാലി ജോയ്, A ജയൻ, ജിജോ കഴിക്കച്ചാലിൽ എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു CN ആശംസയർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവാഹ വാർത്ത. മടക്കത്താനം മുണ്ടുപാലത്തിങ്കൽ MP സുരേന്ദ്രൻ കുമാരി ദമ്പതികളുടെ മകൻ 24 ന്യൂസ് ചാനൽ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് സുനിൽ സുരേന്ദ്രനും കലയന്താനി ചെറുമണ്ഡപത്തിൽ CR സജി അജി ദമ്പതികളുടെ മകൾ അഞ്ജിതയും വിവാഹിതരായി. ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീച്ചിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിഴയായി പൂമാനമേ ഒരു രാഗമേഘം താ. ബിസിനസ് വാർത്ത. നവീകരിച്ച ഫൈൻ പേപ്പർ മാർട്ട് തൊടുപുഴ മാർക്കറ്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഫൈൻ പേപ്പർ ഏജൻസീസിന്റെ നവീകരിച്ച ഷോറൂമാണ് പ്രവർത്തനം തുടങ്ങിയത്. എല്ലാവിധ സ്കൂൾ, ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ്, എഴുത്തുപകരണങ്ങൾ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാകും വിധമാണ് പുതിയ ഷോപ്പ് ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ പ്രവർത്തിച്ചിരുന്ന ഷോപ്പിന് എതിർവശമാണ് പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഫൈൻ പേപ്പർ ഏജൻസീസിന്റെ പുതിയ സംരംഭം ഫൈൻ പേപ്പർ മാർട്ട് തൊടുപുഴ മാർക്കറ്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ സ്കൂൾ, ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ്, എഴുത്തുപകരണങ്ങൾ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാകും വിധമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ ബ്രാൻഡുകളുടെ നോട്ട്ബുക്ക്, പേന, പെൻസിൽ, ഗ്ലോബ്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, വിവിധതരം പേപ്പർ, ഇറേസർ, കളർ പെൻസിൽ, കട്ടർ, കുട്ടികൾക്കുള്ള അക്ഷരമാല, കളറിംഗ് ബുക്ക്, സ്റ്റാപ്ലെയർ, രജിസ്റ്റർ ബുക്ക്, ഡയറി, ഫയൽ തുടങ്ങി സ്കൂൾ, ഓഫീസ് സ്റ്റേഷനറി വസ്തുക്കളും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസും പേപ്പർ പാക്കിംഗ് മെറ്റീരിയൽസും കൂടാതെ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്കൂൾ, ഓഫീസ് അനുബന്ധ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കും. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ സ്ഥാപനത്തിന് ആശംസകൾ നേർന്നു. ഇവിടെ സ്റ്റേഷനറി സംബന്ധമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിൽ കിട്ടുന്നതാണ്. തൊടുപുഴയിലെ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാപനമാണ് ഫൈൻ പേപ്പർ മാർട്ട്. അതിൻ്റെ സാരഥികൾക്ക് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത് ഇനിയും നല്ല നല്ല രീതിയിലേക്ക് പോകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ്.
എല്ലാവർക്കും നല്ല ദിവസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തുള്ള ഫൈൻ പേപ്പർ ഏജൻസീസും വ്യാപാര ഭവൻ ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ഫൈൻ ഓഫ്സെറ്റ് ആൻഡ് ഡിജിറ്റൽ പ്രസ്സും സഹോദര സ്ഥാപനങ്ങളാണ്. ഉദ്ഘാടന വേളയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ഫൈൻ പേപ്പർ ഏജൻസീസിൻ്റെ പുതിയ സംരംഭമായ ഫൈൻ പേപ്പർ മാർട്ട് പഴയ ഫൈൻ പേപ്പർ ഏജൻസീസിന് എതിർവശം മാർക്കറ്റ് റോഡിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഓഫീസ്, സ്കൂൾ, സ്റ്റേഷനറി സംബന്ധമായ എല്ലാ മെറ്റീരിയലുകളുടെയും ഒരു തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ സൂപ്പർ മാർക്കറ്റ് രീതിയിൽ പുതുതായിട്ട് ഇതുണ്ട്. ആർട്ട് മെറ്റീരിയൽ, സ്റ്റേഷനറി, അക്കൗണ്ട് ബുക്സ്, അങ്ങനെയുള്ള എല്ലാ പേനകളുടെയും എല്ലാത്തിൻ്റെയും പുതിയ ആൾക്കാർക്ക് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ പുതുതായിട്ട് നവീകരിച്ച ഷോറൂം ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇനിയും തുടർന്ന് നിങ്ങളുടെ സഹകരണവും കൂടെ ഉണ്ടായിരിക്കണം. എല്ലാവിധ സ്റ്റേഷനറി സാധനങ്ങളും ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള ഫയലുകൾ ഉൾപ്പെടെ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നത് ഏറെ ഉപകാരപ്രദമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിനിരയാക്കിയ പെൺകുട്ടി എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കട്ടപ്പന സ്വദേശിനിയായ 19-കാരി പെൺകുട്ടിയാണ് ആശുപത്രിയിൽ കഴിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വണ്ണപ്പുറം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി സ്വന്തം വീട്ടിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി പീഡനത്തിനിരയായതായി അറിയുന്നത്. പെൺകുട്ടിയുടെ മൊഴിപ്രകാരം കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ വണ്ണപ്പുറം കാളിയാർ പാറപ്പുറത്ത് എമിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ: 2022 ജൂണിലാണ് എമിൽ വിവാഹ വാഗ്ദാനം നൽകി സുഹൃത്തായ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. അടുത്തിടെ യുവാവ് വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറി. ഇതേ തുടർന്നാണ് യുവതി വിഷം കഴിച്ചത്. അപകടനില തരണം ചെയ്ത പെൺകുട്ടി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. കട്ടപ്പന പോലീസ് കാളിയാറിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പെൺകുട്ടിയുടെ പ്രായം 17 വയസ്സായിരുന്നതിനാൽ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസ്. ഡിവൈഎസ്പി PV ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും ഏകോപിപ്പിച്ചുകൊണ്ട് രൂപം നൽകിയിട്ടുള്ള മാങ്കുളം ഡ്രൈവേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിനോദസഞ്ചാര മേഖലയായി മാറിയതോടെ ട്രക്കിംഗ് ജീപ്പുകളടക്കം നിരവധി വാഹനങ്ങൾ മാങ്കുളത്ത് സർവീസ് നടത്തുന്നുണ്ട്. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി രൂപം നൽകിയിട്ടുള്ള മാങ്കുളം ഡ്രൈവേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. മാങ്കുളത്തെ KCB ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപമാണ് ഓഫീസ് തുറന്നിട്ടുള്ളത്. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി RTO PM ഷബീർ മുഖ്യപ്രഭാഷണം നടത്തി. സൊസൈറ്റി പ്രസിഡന്റ് അലക്സ് VK അധ്യക്ഷനായി. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ ആന്റണി, ഷൈനി മാത്യു, മാങ്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PD ജോയ്, കുട്ടിച്ചൻ തോട്ടമറ്റം, PT മാണി, സംഘടനാ ട്രഷറർ നിധിൻ പീറ്റർ, സെക്രട്ടറി ഷെഫിൻ ഹനീഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാങ്കുളം ഡ്രൈവേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജോജോ വളയത്തിൽ ചികിത്സാ സഹായ നിധിയിലേക്കായി സമാഹരിച്ച തുക ചടങ്ങിൽ ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഇടുക്കി ഡബിൾ കട്ടിംഗ് നാരുപാറ അന്നപൂർണേശ്വരി ഭദ്രകാളി ദേവി ഗുരുദേവ ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി അമൽ മഹാദേവൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാരുപാറ അന്നപൂർണേശ്വരി ഭദ്രകാളി ദേവി ഗുരുദേവ ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 9 മുതൽ 15 വരെയാണ് കുംഭഭരണി മഹോത്സവം കൊണ്ടാടുന്നത്. സോമൻ കോട്ടൂരിന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച കൊടിമര ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലെത്തി കുംഭഭരണി മഹോത്സവത്തിന് തൃക്കൊടിയേറി. കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളും ക്ഷേത്ര മേൽശാന്തി അമൽ മഹാദേവനും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉത്സവ സന്ദേശം നൽകി. ഈ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ഗ്രാമത്തിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് ഇറങ്ങി സർവ ഐശ്വര്യദായികയായി നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക്, സങ്കല്പങ്ങൾക്ക് നമ്മോടൊപ്പം നിന്ന് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ആവലാതികൾക്കും പരിഹാരമായി വിളിച്ചാൽ വിളി കേൾക്കുന്ന
ദൈവമാരുടെയും ഗുരുവിൻ്റെയും സാന്നിധ്യത്തിൽ ഈ ഉത്സവത്തിൽ പങ്കാളികളാകുന്നു. പ്രിയപ്പെട്ട മുഴുവൻ സജ്ജനങ്ങൾക്കും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും നന്മ വരട്ടെ, ശാന്തി ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കൊടിമരച്ചുവട്ടിൽ പറയെടുപ്പും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും വഴിപാടുകളും നടക്കും. സമാപന ദിവസമായ ഫെബ്രുവരി 15 ക്ഷേത്രാചാര്യ ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം 6 മണിക്ക് കാൽവരി മൗണ്ടിൽ നിന്നും അലങ്കാര രഥം, മയിലാട്ടം, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. തുടർന്ന് മഹാപ്രസാദമൂട്ട്, വടക്കപ്പുറത്ത് വലിയ ഗുരുതി എന്നിവ നടക്കും. തുടർന്ന് 7 ദിവസം നീണ്ടുനിന്ന മഹോത്സവത്തിന് കൊടിയിറങ്ങും. ഉത്സവ ആഘോഷ പരിപാടികൾക്ക് ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ, ക്ഷേത്രം രക്ഷാധികാരി വിശ്വനാഥൻ ചാലിൽ, സന്തോഷ് വാത്താത്ത്, സുരേഷ് ബാബു, തങ്കച്ചൻ പുത്തേട്ട്, സുനിൽ കൊച്ചയ്യത്ത് എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കുടുംബയോഗം മൂന്നാറിൽ നടന്നു. ഇടുക്കി KBRF പ്രസിഡന്റ് NM ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷൻ ബോർഡ് ചെയർമാൻ R തിലകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് ചീഫ് ജനറൽ മാനേജർ KR രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 75 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ആദരിച്ചു. ബേബി കുടിലിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കുടുംബയോഗം മൂന്നാർ T&U ലിഷർ റിസോർട്ടിൽ സംഘടിപ്പിച്ചു. ഇടുക്കി KBRF പ്രസിഡന്റ് NM ജോൺ അധ്യക്ഷനായി. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷൻ ബോർഡ് ചെയർമാൻ R തിലകൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ബാങ്ക് ചീഫ് ജനറൽ മാനേജർ KR രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 75 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ആദരിച്ചു. KBRF സംസ്ഥാന പ്രസിഡന്റ് KV പ്രഭാകരൻ മാരാർ, കേരള ബാങ്ക് ജനറൽ മാനേജർ ജിൽസ്മോൻ ജോസ്, കേരള ബാങ്ക് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് AP ബേബി, കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി S സിജോ, കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KD അനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. KBRF സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ജോയ് സ്വാഗതവും ഇടുക്കി ജില്ലാ സെക്രട്ടറി R സമ്പത്തുകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP സംസ്ഥാന പ്രസിഡന്റും NDA ചെയർമാനുമായ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 14 ഇടുക്കിയിൽ പര്യടനം നടത്തും. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ മേഖലാ വാർഷിക സമ്മേളനം നടന്നു. റിട്ടയർഡ് SP KV ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ ലാഭവിതരണ ഉദ്ഘാടനം ഉപാസന ഓഡിറ്റോറിയത്തിൽ നടന്നു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച ഫൈൻ പേപ്പർ മാർട്ട് തൊടുപുഴ മാർക്കറ്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഫൈൻ പേപ്പർ ഏജൻസീസിന്റെ നവീകരിച്ച ഷോറൂമാണ് പ്രവർത്തനം തുടങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.